നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക് കഥാബോക്സിലേക്ക് സ്വാഗതം. ഇത് ഒരു റിയൽ ലവ് സ്റ്റോറിയാണ്. പ്രണയം ഉള്ളിലൊളിപ്പിച്ച് നടന്നിരുന്ന ഒരു പെണ്ണിന്റെ കഥ. നമുക്ക് നോക്കാം അവളുടെ ജീവിതമെന്താണെന്ന്. മഹറിന്റെ അവകാശി, ഫെബിയുടെ കഥ എന്ന തലക്കെട്ടുള്ള ഈ കഥയൊന്ന് കേട്ടുനോക്കൂ. വൈകുന്നേരം 4 മണി. സ്കൂളുകൾ വിട്ട നേരം. സ്കൂളിന്റെ പുറത്ത് നിറയെ കുട്ടികൾ കൂൾ ബാറിലും മറ്റുമായി. ചിലർ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കോഴികൾ വായി നോക്കാൻ പലയിടത്തും കറങ്ങി നടക്കുന്നു. ചിലർ തന്റെ കാമുകന്മാരോട് കിന്നാരം ചൊല്ലുന്നു. അല്ല, നമ്മുടെ നായികയെവിടെ എന്ന് പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് നമുക്ക് അവളെ പരിചയപ്പെടാം. സലാം ആൻഡ് സൽമ ദമ്പതികളുടെ ഒരേ ഒരു പെൺതരി. 4 ഇക്കാക്കമാരുടെ കുറുമ്പി പെങ്ങൾ. നിഷ ഫെബിൻ എന്ന എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഫെബി. തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തറയിൽ വെച്ചാൽ ഉറുമ്പരിച്ചാലോ എന്ന പോലാണ് ഫെബിയെ സലാമും സൽമയും അവളുടെ ഇക്കാക്കമാരും വളർത്തിയത്. അതിരുകവിഞ്ഞ് സ്നേഹവും വാത്സല്യവും കിട്ടിയിട്ടും അർഹിക്കാത്തതിന്റെ പുറകെ ഒന്നും ഫെബി പോയില്ല. പക്ഷെ അവളുപോലും അറിയാതെ അവൾക്കർഹിക്കാത്തത് അവൾ മോഹിച്ചു. ഫുള്ളിപ്പോ തന്നെ പറഞ്ഞാൽ കഥയ്ക്കൊരിത് കിട്ടൂലല്ലോ, അപ്പൊ ഞങ്ങളെ ഫോളോ. സ്കൂള് വിട്ട് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഫെബിയും നാദിയും. നാദി ഫെബിയുടെ ചങ്കാണ്. നഴ്സറി തൊട്ടുള്ള കൂട്ട്. +2-ലെത്തിയിട്ടും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ചെറിയ ചെറിയ പിണക്കങ്ങളല്ലാതെ ഇന്നേ വരെ അതിനൊരു കോട്ടം പറ്റിയിട്ടില്ല. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവരുടെ സംസാരത്തിലേക്ക് നാദി ആഷിയെ വലിച്ചിട്ടത്. ആഷിയെക്കുറിച്ച് പറയാൻ നാദിക്ക് 100 നാവാണ്. അത് കേൾക്കാൻ ഫെബിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹവും. ആഷി നാദിയുടെ കസിൻ ബ്രദറാണ്. ഇക്കാക്കമാരില്ലാത്ത നാദിക്ക് സ്വന്തം ഇക്കാക്കിയെപ്പോലെയാണ് ആഷി. പെട്ടെന്നാണ് നാദി അവിടെ കൂട്ടുകാരോട് സൊറ പറഞ്ഞിരിക്കുന്ന ആഷിയെ കണ്ടത്. അപ്പോ തന്നെ അത് ഫെബിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. 3 വർഷം മനസ്സിലിട്ട് നടന്നവനെ അന്നവൾ നേരിട്ട് കണ്ടു. മുഹബത്ത് നിറഞ്ഞ കണ്ണാലെ ഫെബി ആഷിയെ നോക്കി. കൂട്ടുകാരോട് സൊറ പറഞ്ഞിരിക്കുന്ന അവനെ അവൾക്ക് പൂർണ്ണമായി കാണാൻ സാധിച്ചില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും അവനെ നോക്കി. ബ്ലൂ ജീനും വൈറ്റ് ഷർട്ടുമാണ് ആഷിയുടെ വേഷം. പെട്ടെന്ന് നാദി ഫെബിയുടെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ അവനെ നോക്കൽ നിർത്തിയത്. കൈ മലർത്തിക്കൊണ്ട് എന്താണെന്ന് നാദി ഫെബിയോട് ചോദിച്ചു. അതിനുത്തരമായി തോളുപൊക്കി ഒന്നുമില്ല എന്ന് ഫെബി പറഞ്ഞു. ആഷിയെ പൂർണ്ണമായി കാണാൻ അവൾ കുറേ ശ്രമിച്ചു. അതിലേറെ മോഹിച്ചു. പക്ഷെ നിരാശയായിരുന്നു ഫലം. അവസാനം ബസ് വന്നതും അവൾ ബസ്സിൽ കയറി. വായാടിയായിരുന്ന ഫെബിയുടെ മൗനം കണ്ട് നാദി കാര്യം തിരക്കി. അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇന്നേ വരെ രണ്ടാൾക്കുമിടയിൽ ഒരു മറവുമുണ്ടായിരുന്നില്ല. പക്ഷെ ഫെബിക്ക് ആഷിയോടുള്ള മുഹബത്ത് മാത്രം നാദിയിൽ നിന്നും ഫെബി ഒളിച്ചു. അങ്ങനെ വീടെത്തിയതും നാദിയോടെ സലാം പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറി. ഫ്രഷായി ചൂടുവിടാത്ത കോഫി സൽമയിൽ നിന്നും വേടിച്ചു കുടിച്ചു. കുറച്ചുനേരം ഇക്കാക്കമാരുടെ കുട്ടികളെ കളിപ്പിച്ചു. പിന്നെ റൂമിലേക്ക് ചെന്നു. അവളുടെ മനസ്സിൽ നിറയെ ആഷിയായിരുന്നു. അവനോടുള്ള അടങ്ങാത്ത സ്നേഹവും. അവനെക്കുറിച്ച് ആലോചിച്ച് കിടന്നതും എപ്പോഴോ അവൾ ഉറക്കത്തെ കൂട്ടുപിടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഫെബിയുടെ +2 പഠനം പൂർത്തിയായി. പിന്നെ അവളും നാദിയും 2 വഴിക്കായി. നാദി അവളുടെ വഴിക്കും ഫെബി അവളുടെ വഴിക്കും. +2 വരെ ഒരുമിച്ച് പഠിച്ച അവർക്ക് പിരിയാനിത്തിരി വിഷമമുണ്ടായിരുന്നു. ദിവസവും കോൾ ചെയ്ത് വിശേഷം പങ്കുവയ്ക്കാൻ ഇരുവരും മറന്നില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവർ ഇന്നും നിറമുള്ളതാക്കി. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ട് ഫെബിയുടെ ഇക്കാക്കമാർ അവളെ കളിയാക്കാറുണ്ടായിരുന്നു. എങ്കിലും അവൾ അതൊക്കെ പുഷ്പം പോലെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ദിവസമാണ് നാദിക്കും ഫെബിക്കും സന്തോഷമുള്ള കാര്യം ഇരുവരുടെയും ചെവിലെത്തിയത്. നാദിയുടെ വീടിനടുത്തുള്ള ഫെബിയുടെയും നാദിയുടെയും കൂട്ടുകാരിയുടെ കല്യാണം. നാദിയും ഫെബിയും അന്ന് കൂടിക്കാണാമെന്ന് പറഞ്ഞ് ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു. എന്തോ ഫെബിയുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, അന്ന് എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്ന്. അങ്ങനെ ആ കല്യാണദിനം വന്നെത്തി. നേവി ബ്ലൂ ടോപ്പും അതിലേക്ക് യോജിച്ച ജീനും പിന്നെ സ്കാർഫും ചുറ്റി അവൾ ഇറങ്ങി. കല്യാണവീടെത്തിയപ്പോൾ തന്നെ നാദിയെ കണ്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷം അവർ പ്രകടിപ്പിക്കാൻ മറന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവർ പോകാൻ നേരമായിരുന്നു നാദി ഫെബിയെ വിളിച്ച് ആഷിയെ കാണിച്ചു കൊടുത്തത്. ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് മൊഞ്ചനായി നിൽക്കുന്ന അവനെ അവൾ പരിസരം മറന്നു നോക്കി നിന്ന്. അന്നവൾ ആദ്യമായി അവന്റെ മുഖം കണ്ടു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് കണ്ണൂരിൽ അഡ്മിഷൻ ലഭിച്ചു. ഒരാഴ്ച കഴിഞ്ഞാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നും പോയി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഹോസ്റ്റലിൽ താമസിക്കാൻ തീരുമാനിച്ചു. കണ്ണൂരിൽ പോകുന്ന മുമ്പേ അവൾ ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി ആഷിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ റിപ്ലൈ ഒന്നുമില്ലായിരുന്നു. അതവളിൽ നല്ലവണ്ണം വിഷമമുണ്ടാക്കി. പിന്നെ അവൾ കണ്ണൂരിലേക്ക് പോയി.
ഹോസ്റ്റലിൽ നിന്ന് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കുന്ന ചങ്കത്തികൾ. അവൾ ആഷിയെക്കുറിച്ച് അവരോട് പറഞ്ഞു, അവളുടെ ഇഷ്ടത്തെക്കുറിച്ചും. ഞാൻ ഒരിക്കലും ആഷിക്കായ്ക്ക് പറ്റിയ പെണ്ണല്ല. ആഷിക്കായ്ക്ക് എന്നെക്കാളും നല്ല പെണ്ണ് വേണം. ഒരിക്കലും ഞാൻ ആഷിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വലിഞ്ഞു കയറരുത്. അവൾ ഇടയ്ക്കിടെ അവളുടെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അതൊരിക്കലും ഫലിച്ചില്ല. അവളുടെ മനസ്സിൽ ആഷി ആഴത്തിൽ പതിഞ്ഞിരുന്നു. പിന്നെ അവൾ പരമാവധി പഠനത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി. എങ്കിലും ഇടയ്ക്ക് അവളുടെ മനസ്സിലേക്ക് ആഷി വരുമായിരുന്നു. പിന്നെ ഒരു ദിവസം അവൾക്കവൻ മസ്കറ്റിലേക്ക് പോയി എന്നറിയാൻ സാധിച്ചു. അതിനിടയിൽ അവളെ കുത്തി നോവിക്കും വിധം വേളൊരു വാർത്തയും. ആഷിക്ക് ഏതോ ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന്. അത് ഫെബിയെ വല്ലാണ്ട് തളർത്തി. അന്നവൾക്ക് മനസ്സിലായി അവൾ എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ അവൾക്ക് ഊണും ഉറക്കവും കുറവായിരുന്നു. മനസ്സിൽ നിറയെ ആഷി, അവന്റെ പുഞ്ചിരിക്കുന്ന മുഖം. മറക്കാൻ ഒട്ടും കഴിയുന്നില്ല. ദിനംപ്രതി മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണവൻ. ഫെബിയുടെ ഫ്രണ്ട്സ് അവളെ ആശ്വാസവാക്കുകൾ കൊണ്ട് അവളെ മൂടി. അവർ വിഷമിക്കണ്ട എന്ന് കരുതി അവരുടെ മുമ്പിൽ അവൾ നന്നായി പിള്ള ചമഞ്ഞു. അല്ലേലും ഈ പ്രണയം ഉള്ളിലിട്ട് നടക്കുന്നവർക്ക് ഈ അഭിനയമൊക്കെ പുല്ലല്ലേ? അവരുടെ ലൈഫിലെ ഹൈലൈറ്റ് അല്ലേ ഈ അഭിനയം? കുറച്ചു കാലങ്ങൾ കഴിഞ്ഞതും നാദിയിൽ നിന്നും അവൾ ആഷി ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞുവെന്നറിയാൻ കഴിഞ്ഞു. അന്ന് അവൾ നന്നായി സന്തോഷിച്ചു. പിന്നെ ഒഴിവു ദിവസം വന്നപ്പോൾ അവൾ വീട്ടിലേക്ക് പോയി. ഫെബിയെ കാത്ത് മുമ്പിൽ തന്നെ സൽമയും ഇക്കാക്കമാരുടെ കുട്ടികളും ഉണ്ടായിരുന്നു. ഉമ്മയോട് സലാം പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കായി മേടിച്ച ചോക്ലേറ്റ് അവർക്ക് കൊടുത്തു. അവരത് സന്തോഷത്തോടെ വേടിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം. പിന്നെ ഫ്രഷ് ആവാൻ അവൾ പോയി. ഫ്രഷായി വന്നു. ഉമ്മയുടെ സ്വാദൂറും ഫുഡും കഴിച്ചിരിക്കുമ്പോഴായിരുന്നു ഇക്കാക്കയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് കണ്ണിൽപ്പെട്ടത്. അവളതെടുത്ത് വാട്സാപ്പ് ഓണാക്കി. അതിൽ ആഷിയെ സെർച്ച് ചെയ്തു. ആഷിയുടെ DP എടുത്തു നോക്കി. പുഞ്ചിരി തൂകി നിൽക്കുന്ന അവന്റെ മുഖം കണ്ടപ്പോൾ അവളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ ഫോൺ അവിടെ വെച്ച് റൂമിലേക്ക് പോയി. അവരുടെ ഫോണെടുത്ത് ഇൻസ്റ്റഗ്രാം എടുത്തു. ആഷിയെ തെരഞ്ഞു. ആഷിയെ കണ്ടപ്പോൾ അവന് മെസ്സേജ് ചെയ്തു. രാത്രിയായി. അവൾ അവന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പെട്ടെന്നാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നത്. അവൾ ഫോണെടുത്തു. സന്തോഷം കൊണ്ട് അവൾ ഇരിക്കാൻ വന്നു. ആഷിയുടെ മെസ്സേജ്. അന്ന് അവളും അവനും കുറേ ചാറ്റ് ചെയ്തു. അവൾ ആരെന്ന് അവൾ പറഞ്ഞില്ല. അവളും അവനും മനസ്സുകൊണ്ട് നന്നായി അടുത്തു. അവന്റെ മനസ്സിൽ അവൾ നല്ലൊരു സുഹൃത്തായിരുന്നു. അവന്റെ ആദ്യ പ്രണയത്തെ തൊട്ടും തേറ്റിനെക്കുറിച്ചും അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. അവൾ അതൊക്കെ ആസ്വദിച്ചു കേട്ടു. അവൾക്ക് അവനോടുള്ള സ്നേഹത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അവൻ അവളോട് ഫോട്ടോ ചോദിച്ചു. അവൾ തരില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവൻ നിർബന്ധിച്ചപ്പോൾ പലതും പറഞ്ഞ് അവൾ ഒഴിഞ്ഞുമാറി. ഇക്കാക്കാക്കി കാണിച്ചു കൊടുക്കാനാന്ന് അവൻ പറഞ്ഞു. അതെന്തിനാ ഇക്കാക്കാക്കി കാണിച്ചു കൊടുക്കുന്നേ? ഫെബി ആഷിയോട് ചോദിച്ചു. അവസാനം ക്രോപ്പ് ചെയ്ത ചെറിയൊരു പിക്ക് അവൾ ആഷിക്ക് വിട്ടുകൊടുത്തു. ഉടൻ അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം അവൻ അവളോട് പറഞ്ഞു. നീ പോരുമോ എന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും മോളായിട്ട്? ഇത് കേട്ടതും അവളൊരു നിമിഷം ഷോക്കായി. എന്തു മറുപടി കൊടുക്കണമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. എന്നാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അവൾ ചോദിച്ചു, എന്തിനാ എന്ന്. മലമ്പുഴ ഗാർഡൻ എന്റെ വീടിന്റെ അടുത്താണ്, അത് കാണിച്ചുതരാൻ. ഫെബിയുടെ ചോദ്യത്തിന് മറുപടിയായി ആഷി പറഞ്ഞു. നിനക്ക് ആരേലും ഇഷ്ടമാണോ എന്ന് ആഷി അവളോട് ചോദിച്ചു. കുറേ ആളുണ്ട്. ആരൊക്കെ? ഉമ്മാനെയും ഉപ്പാന്റെയും ഇക്കാക്കന്മാരെ, പിന്നെ ഓരോ മക്കളെ. അപ്പോ വല്യേട്ടനെ ഇഷ്ടല്ലേ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഡു യു ലൈക്ക് മീ? ആഷി അവളോട് ചോദിച്ചു. ഐ ലൈക്ക് ഓൾ മൈ ഫ്രണ്ട്സ്. ഫെബി അതിനുത്തരവും പറഞ്ഞു. അന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയും പാരവെച്ചും രാത്രി 2 മണി വരെ ചാറ്റ് ചെയ്തു. എന്നും നേരത്തെ ഉറങ്ങുന്ന അവൾ അന്ന് ഉറക്കമൊഴിച്ചു. പിറ്റേന്ന് അവൾ രാവിലെ ഹോസ്റ്റലിലേക്ക് പോയി. അവന്റെ മെസ്സേജ് വന്നു. ഡി, നിന്റെ ഫോട്ടോ അയക്കേ, ഞാൻ ബെഡിലാ. നിന്നെ കണ്ട് എണീക്കാനാണ് എന്ന് പറഞ്ഞ് ആഷി പറഞ്ഞു. തരൂല എന്ന് അവൾ മറുപടി കൊടുത്തു. പിന്നെ അവൻ അധികം നിർബന്ധിക്കുകയും ചെയ്തില്ല. ഡി, നീ എന്നെ പറ്റിക്കൊന്നും ചെയ്യലല്ലോ, ശരിക്കും നീ ആരാ എന്ന് ആഷി അവളോട് ചോദിച്ചു. ഹേയ്, ഞാൻ നിങ്ങളെ പറ്റിക്കൊന്നുമല്ല. ഞാൻ 3 വർഷമായി നിങ്ങളെ മനസ്സിലിട്ട് നടക്കുന്നു. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാ എന്നവൾ മറുപടി കൊടുത്തു. ഞാൻ പിന്നെ വരാം, ഓഫീസിൽ പോകാൻ ടൈമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഷി പോയി. അവൾ പിന്നെ രാത്രി വരെ അവനെ വെയിറ്റ് ചെയ്തു. രാത്രി അവൻ വന്നതും അവൾ അവളുടെ ഇഷ്ടം വീണ്ടും അറിയിച്ചു. അവന്റെ നമ്പർ കൊടുത്ത് വിളിക്കാൻ പറഞ്ഞു. അന്ന് അവരുടെ ദിനമായിരുന്നു.
ആ രാത്രിയെ അവർ പകലാക്കി പുലരുവോളം അവർ സംസാരിച്ചിരുന്നു. രണ്ടുപേരും ഒന്നൂടെ അടുത്തു. ലാസ്റ്റ് വെക്കാൻ നേരം ഫെബി ചോദിച്ചു, ഇക്ക, ഇങ്ങൾക്കെന്നെ ഇഷ്ടമാണോ? എനിക്ക് കുറച്ച് സമയം വേണം ഫെബി. കാരണം നിനക്ക് ഞാൻ ആരാണെന്നറിയാം, എനിക്ക് നീ ആരാണെന്നറിയില്ല. സോ എനിക്ക് കുറച്ച് സമയം വേണം. എന്നാലും ഇഷ്ടമാണ് എന്ന് ആഷി പറഞ്ഞതും ഫെബി ആരാണെന്ന് പറഞ്ഞു. അവൾ ആരാണെന്നറിഞ്ഞപ്പോൾ ആഷി ആകെ ഞെട്ടി. ഡീ, നീ എന്നെ കൊല്ലാൻ കൊടുക്കുകയാണോ? നിന്റെ ഇക്കാക്കമാർ ഇതറിഞ്ഞാൽ എന്നെ വെറുതെ വിടുവോ? എന്തായാലും ഞാൻ ആലോചിച്ച് പറയാം എന്നു പറഞ്ഞ് ആഷി പോയി. പിറ്റേന്ന് അവൾ എണീറ്റ് ഫോണെടുത്തു നോക്കി. ആഷിയുടെ ഒരുപാട് മെസ്സേജ്. അവളുടെ വിരലുകൾ അവന്റെ ആ മെസ്സേജുകളിലേക്ക് പായിച്ചു. ഹൃദയം എന്തെന്നില്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു. അവൾ ആ മെസ്സേജുകൾ വായിക്കാൻ തുടങ്ങി. ഫെബി, നീ എന്നെ മറക്കണം, നിന്റെ ഫാമിലിക്ക് വേണ്ടി. നീ ഓർത്തോ, നമ്മുടെ കാര്യങ്ങൾ വീട്ടിലറിഞ്ഞാലുണ്ടാകുന്ന പുകില്. നമ്മുടെ വീട്ടുകാർ ഒരു നടക്കും സമ്മതിക്കില്ല. മാത്രമല്ല, നാട്ടുകാരോരോന്ന് പറഞ്ഞു ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ 2 ഫാമിലിക്കും ഈ കാര്യത്തിൽ ഒരു യോജിപ്പും ഉണ്ടാകില്ല. അവരിതിനെ പൂർണ്ണമായി തള്ളിക്കളയും. സോ നീ മറക്കണം. നീ ഒരു നല്ലൊരു കുട്ടിയാണ്. ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാൻ കാണിച്ച നിന്റെ ആ ധൈര്യത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൾ അത് വായിച്ചതും എന്തെന്നില്ലാതെ മിഴികൾ നിറഞ്ഞു. അവൾ അത് തുടച്ച് ആഷി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിനെ പഠിപ്പിച്ചു. ആഷിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഫോൺ അവിടെ വെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ആഷിയുടെ മെസ്സേജ് ഇടയ്ക്കുണ്ടാകുമെങ്കിലും അവൾ അതിനെ മൈൻഡ് ചെയ്തില്ല. ഒരുതരം ഭയമായിരുന്നു. ഇനിയും അവൻ അവളുടെ മനസ്സിനെ കീഴടക്കുമോ, അതോ ആഴത്തിൽ ഇനിയും അവിടെ മനസ്സിലേക്ക് ആഴ്ത്തിയിറക്കുമോ എന്നൊരു തരം ഭയം. ഇന്നും അവളുടെ മനസ്സിൽ ആശയുണ്ട്. പിഴുതെടുക്കാൻ കഴിയാത്ത വിധം അവൻ ആഴത്തിൽ മനസ്സിനെ കീഴടക്കി. പിഴുതെടുക്കാൻ കഴിയാത്ത വേരുപോലെ അവൻ ഇന്നും അവളുടെ മനസ്സിലുണ്ട്. അവൾ കാത്തിരിക്കുകയാണ്, റബ്ബിന്റെ കിതാബിൽ അവന്റെ പേരവൾക്ക് നേരെയാണോ എന്നറിയാൻ, അവന്റെ റൂഹിന്റെ പാതിയാവാൻ, അവന്റെ കൽബിലെ കൂട്ടുകാരിയാവാൻ, അവന്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ, അവന്റെ മഹറിന്റെ അവകാശിയാവാൻ. കാത്തിരിക്കുകയാണ്. അല്ലേലും സ്നേഹിക്കുന്ന ആളെ കാത്തിരിക്കാൻ വല്ലാത്ത സുഖമാണ്. ആ കാത്തിരിപ്പിന്റെ സുഖവും ഫീലിംഗ്സും വേറെ ലെവലാണ്.